ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജി ഞെട്ടിപ്പിക്കുന്നതെന്ന് KC വേണുഗോപാൽ. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്നും KC. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര അവസാന ഘട്ടത്തിൽ. യാത്ര ഇന്ന് സൂറത്തിൽ നിന്നും മഹാരാഷ്ട്രയിലെ നന്ദൂർബാറിലെത്തും. യാത്രയ്ക്ക് വൻ ജനപിന്തുണ. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ കാർബോഡി ഘടന റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. 6 മാസത്തിനുള്ളിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് മന്ത്രി. ഇംഗ്ലണ്ടിനെതിരായ വിജയത്തോടെ ICC ടെസ്റ്റ് ടീം റാങ്കിങ്ങിൽ ഇന്ത്യ വീണ്ടും ഒന്നാമത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിലും ഇന്ത്യ ഒന്നാമതെത്തി. റാങ്ക് നേട്ടത്തോടെ ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും ഇന്ത്യ ഒന്നാമത്. SFIക്കാർ മർദ്ദിച്ചെന്നാരോപിച്ച് തിരുവനന്തപുരത്ത് കലോത്സവ വേദിയിലേക്ക് തള്ളിക്കയറി പ്രതിഷേധിച്ച് KSU. SFI വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുകയാണെന്നും KSU. മരുന്നുക്ഷാമം രൂക്ഷം. കടുത്ത പ്രതിസന്ധിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ളത് കോടികളുടെ കുടിശ്ശിക. കട്ടപ്പന ഇരട്ടക്കൊലക്കേസിൽ നിർണായക വെളിപ്പെടുത്തൽ. വിജയനെ കൊലപ്പെടുത്തിയത് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നുവെന്നും പ്രതി. കേസിൽ 3 പ്രതികളെന്ന് പോലീസ്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവ ലോകസുന്ദരി. ക്രിസ്റ്റീന സ്വന്തമാക്കിയത് 71ാം ലോകസുന്ദരി പട്ടം. 110-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് ലോകസുന്ദരി പട്ടം സ്വന്തമാക്കാൻ മത്സരിച്ചത്. പ്രവർത്തകരോട് ക്ഷോഭിച്ച സംഭവത്തിൽ പ്രതികരണവുമായി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ആദിവാസി ഊരിലെ ജനങ്ങളുടെ വോട്ട് ചേർക്കാത്തതിനാലാണ് പ്രവർത്തകരെ ശാസിച്ചതെന്ന വിശദീകരണം. അതിനുള്ള അവകാശം തനിക്കുണ്ടെന്നും സുരേഷ് ഗോപി. കടലാമയുടെ മാംസം കഴിച്ച് 9 പേർ മരിച്ചു. ആഫ്രിക്കയിലെ പെമ്പ ദ്വീപിലാണ് കടലാമയുടെ മാംസം കഴിച്ച് 9 പേർക്ക് ജീവൻ നഷ്ടമായത്. 78 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.